ശസ്ത്രക്രിയയ്ക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ വിചിത്ര ന്യായീകരണവുമായി ഡോക്ടർ ലളിതാംബിക രംഗത്ത്. യുവതിക്ക് ശസ്ത്രക്രിയ നടത്തിയത് താനല്ല, ഉഷയ്ക്ക് മുൻപും ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ തന്റെ പേര് പറഞ്ഞതാകാമെന്നാണ് ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. ആദ്യം ഡോക്ടറുടെ പ്രതികരണം കണ്ട ശേഷം മടങ്ങിയത്. അല്ല, സർജറി രജിസ്റ്ററിൽ ചെയ്ത ആളുടെ പേര്, കെ ഷീറ്റിന്റെ ഫ്രണ്ടിൽ യൂണിറ്റ് ചീഫിന്റെ പേര് വരും. പക്ഷെ സർജറി രജിസ്റ്ററിലും സർജറി നോട്ട്സിലും ചെയ്തവരുടെ പേര് അത് ഇന്ന് എടുക്കുമ്പോൾ കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് പറയൂ ആരാ ചെയ്തേക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ചെയ്ത ഒരാളുടെ തലയിൽ വെക്കുന്നതും കഷ്ടമാണ്. അത് സിസ്റ്റം ഇങ്ങനെയാണ്. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിലും ഇല്ല ഗവൺമെൻറ് സെറ്റപ്പിൽ. ുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇത് തന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട വിഷയമല്ല, ഇത് സിസ്റ്റത്തിന്റെ മുഴുവനായിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഡോക്ടർ ലളിതാംബിക. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ നിന്ന് അവർ കൈകഴുകുന്നു. എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം? ഈ ഉഷയെ ശസ്ത്രക്രിയ നടത്തിയത് താനല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡോക്ടർ ലളിതാംബിക രംഗത്തെത്തുന്നത്. യൂണിറ്റ് ചീഫ് എന്ന ഉത്തരവാദിത്തം മാത്രമാണ് തനിക്കുണ്ടായിരുന്നത്. അതിന്റെ ആ കേസിൽ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ ആരാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്ന് വ്യക്തമാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിലെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ നിലനിൽക്കുന്ന സംവിധാനം, അതിന്റെ പിശകാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദിത്തം കാരണം എന്നതാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. അതായത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഈ കത്രിക അടക്കമുള്ള ഉപകരണങ്ങളുടെ എണ്ണം അത് കൃത്യമായി രേഖപ്പെടുത്തുകയോ പരിശോധിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഈ ആരോഗ്യ മേഖലയിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ ഇല്ലാത്തതാണ് ഇതിലെ പെശക് എന്നതാണ് ഈ ഡോക്ടർ ലളിതാംബിക ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് ഈ ശസ്ത്രക്രിയ നടക്കുന്ന സമയം 2021 മെയ്, അത് കോവിഡ് അതിരൂക്ഷമായിരുന്ന ഒരു സമയമായിരുന്നു. അന്ന് നിരവധി ഗർഭിണികളാണ് കോവിഡ് ബാധകമായി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവർക്കായിരുന്നു പ്രഥമ പരിഗണന എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നടത്തുന്ന മറ്റൊരു പ്രസ്താവന, ഇവർക്ക് നേരത്തെയും ഉഷയ്ക്ക് ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. എന്നാൽ അത് 20 വർഷം മുമ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ 20 വർഷം മുമ്പാണെങ്കിലും അന്നും കത്രിക വയറ്റിൽ ഇത്തരത്തിൽ അകപ്പെട്ടു പോകാമല്ലോ എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഉണ്ടെങ്കിൽ ഈ ശസ്ത്രക്രിയയിൽ കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടണമെന്നില്ല എന്നാണ് ഈ ഡോക്ടർ വാദിക്കുന്നത്. അത്തരത്തിൽ ഇതിൽ നിന്നും പൂർണ്ണമായും തലയൂരാനുള്ള ഒരു ശ്രമമാണ് ഡോക്ടർ ലളിതാംബികയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലും മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർ ഈ കേസ് ഷീറ്റ് പരിശോധിച്ചതിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് പറയുന്നത്. വീഴ്ചയുണ്ടെങ്കിൽ അത് സംബന്ധിച്ച റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ പറയുന്നത് സിസ്റ്റം ഇങ്ങനെയാണ് എന്നാണ്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നോ അങ്ങനെ ഒന്നുമല്ല ഡോക്ടറുടെ പ്രതികരണം. സിസ്റ്റം ഇങ്ങനെയാണ്, അവിടെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കൃത്യമായ ഒരു കണക്ക് രേഖപ്പെടുത്താറില്ല എന്നുകൂടി ഡോക്ടർ പറഞ്ഞു വെക്കുമ്പോൾ അത് വളരെ ഗുരുതരമായ ചില കാര്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നില്ലേ സുധീഷ്? തീർച്ചയായും ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം ശസ്ത്രക്രിയ തുടങ്ങുന്നതിന് മുമ്പും ആ ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷവും എണ്ണി തിട്ടപ്പെടുത്തണം എന്നതാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ പോലും ഡോക്ടർമാരോ ഒരു നഴ്സോ ഇത് പരിശോധിക്കാറുണ്ട്. എന്നാൽ അത് രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അത് അവരുടെ മനസ്സിൽ വെക്കുക, ഓർമ്മയിൽ വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഓർമ്മയിലുണ്ടായ പിശകാവാം ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടാവാൻ കാരണം എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുതന്നെയായാലും വീഴ്ച ഈ ശസ്ത്രക്രിയയിലാണ് എന്ന് പോലും സമ്മതിക്കാൻ അന്നത്തെ യൂണിറ്റ് ചീഫായ ലളിതാംബിക ഡോക്ടർ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണോ എന്ന സംശയം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഇനിയും തെളിയിക്കുകയും പ്രയാസകരമാണ് എന്ന ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കാരണം 5 വർഷം മുമ്പ് നടന്ന ശസ്ത്രക്രിയയാണ്. അതിലെ ഈ ഒരു കത്രിക വയറ്റിൽ കുടുങ്ങിയിരുന്നു എന്ന് കണ്ടെത്താൻ തന്നെ 5 വർഷം വേണ്ടി വന്നു എന്നതാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇതിനിടയിൽ എത്രയോ തവണ ഇവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അടക്കം ചികിത്സ തേടിയിരുന്നു. നിരവധി തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ലളിതാംബിക ഡോക്ടർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അവർ ചികിത്സ തേടിയതൊന്നും ഈ കത്രിക വയറ്റിൽ ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം മൂത്രത്തിൽ കല്ലിനാണ്, കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ടാണ് ചികിത്സ തേടിയത് എന്നതാണ് പറയുന്നത്. അന്ന് ഇവരുടെ ശസ്ത്രക്രിയ താൻ വിരമിക്കുന്ന ഒരു ഘട്ടമായിരുന്നത് കൊണ്ട് തന്നെ അത്തരം മേജർ കേസുകളൊന്നും ഏറ്റെടുത്തിരുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. 3.5 കിലോയുള്ള മുഴയാണ് ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നത്.
അത് നീക്കം ചെയ്യുമ്പോൾ ക്യാൻസർ ഉണ്ടോ എന്ന സംശയമായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നതെന്നും മറ്റും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുധീഷ്, അതൊക്കെ ശരി, കാരണം മുഴ നീക്കം ചെയ്തതാണ്, അതൊക്കെ ആ ഡോക്ടറുടെ ജോലിയാണ്, അവർ അത് ചെയ്തു. പക്ഷേ ഈ മുഴ നീക്കം ചെയ്യുമ്പോൾ കയ്യിലുള്ള കത്രിക അവിടെ മറന്നു വെക്കാം എന്നുള്ളതല്ലല്ലോ. തീർച്ചയായും ആ വീഴ്ച വന്നത്, എന്നാൽ ഈ ലളിതാംബിക യൂണിറ്റ് ചീഫായിരിക്കുമ്പോൾ 2021 നടന്ന ശസ്ത്രക്രിയയിലാണ് എന്ന് പോലും ഇവർ ഉറപ്പിക്കുന്നില്ല. ഇവരല്ല അന്ന് ശസ്ത്രക്രിയ നടത്തിയത്, അന്നാണ് ഈ കത്രിക കുടുങ്ങിയത് എങ്കിൽ പോലും തനിക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന ഒരു സ്റ്റാൻഡാണ് ഡോക്ടർ ലളിതാംബിക സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്തുതന്നെയായാലും രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ മുതൽ ഇപ്പോൾ ഈ കാലാവധി പൂർത്തിയാകുന്ന അത്രയും കാലവും ഈ വീട്ടമ്മയുടെ വയറ്റിൽ ഒരു കത്രിക സൂക്ഷിക്കുക എന്നതായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നടപടിയായി നമുക്കിപ്പോൾ കാണേണ്ടതും. രാഹി, എന്തായാലും സുധീഷ്, ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ ആരോഗ്യ മോഡൽ വെന്റിലേറ്ററിൽ തുടരും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും രാഹി, ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് എത്രയോ പരാതികളാണ് വന്നിട്ടുള്ളത്. നിരവധി വീഴ്ചകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്തടക്കം ഇവിടെ ചികിത്സ തേടിയവരുടെ മരണപ്പെട്ടവരുടെ സ്വർണ്ണാഭരണങ്ങൾ പോലും ആശുപത്രി ജീവനക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതടക്കമുള്ള എത്രയെത്ര ഗുരുതരമായ വീഴ്ചകളാണ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുള്ളത്. ഇപ്പം തന്നെ നമുക്ക് മറ്റെത്രയോ ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങൾ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ അടുത്തിടെ ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ ആരോഗ്യ മേഖല കേരളത്തിലേത് ഒട്ടും നല്ല രീതിയിലല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ വെന്റിലേറ്ററിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രാഹി.